ഗൈസ്, വെൽക്കം ടു മിത്രാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സ്പെഷ്യൽ ഹെൽത്തി മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി 2 മിൽമ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. 2 പാക്കറ്റ് തൈരും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വളരെ ലൈറ്റായി ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ശേഷം അടിച്ചെടുത്ത മോര് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നല്ല ജീരകപ്പൊടി എന്നിവ ചേർക്കുക. ഒഫീഷ്യൽ കുക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വെക്കാം. ഏതാണ്ട് ഈ ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വറുത്തിടുവാണ് വേണ്ടത്. അതിനായി ഇവിടെ അടുപ്പിൽ ഞാൻ ചീനച്ചട്ടി വച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കാം. കടുകെല്ലാം പൊട്ടി വന്നാൽ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഞാൻ ഈ ചേർത്ത സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളവയായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സ്പെഷ്യൽ ഹെൽത്തി മോരുകറി എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാ ഈ കാണുന്ന പോലെ നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഉലുവപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മോര് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി വളരെ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ചെയ്യാൻ. അത് കഴിഞ്ഞ് ചെറിയൊരു തിള വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ശേഷം ചെറിയ തിള വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് തണിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലോണം തണുത്ത് വന്നാൽ നമുക്കിതൊന്ന് നല്ല അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം നമുക്കിതാ ഇതേപോലെ സ്പൂണിൽ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയ അതേ സ്പൂൺ അതിൽ തന്നെ ഇട്ടു എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. കാരണം ഇവിടെ അതൊരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ മോരുകറി. ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയും, ഇനി ഒന്നുമല്ല വെറുതെ കുടിക്കാനാണെങ്കിലും ഞങ്ങളിത് ഉപയോഗിക്കാറുണ്ട്. മിത്രമോൾ ഈയിടെയാണ് മോരുകറി ഫാനായി മാറിയത്. ചോറിൽ മോരുകറിയും ഉപ്പേരിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒറ്റയ്ക്ക് കഴിക്കുന്നത് കണ്ട ഗുഡ് ഗേൾ. മോരുകറി അല്ലാതെ നക്കി കുടിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ടവർക്കറിയാം. ഈ ഹെൽത്തി മോരുകറി ഒരു പക്ഷേ നമ്മൾ വടക്കൻ ജില്ലക്കാർക്ക് അത്ര വലിയ പരിചയം ഉണ്ടാവില്ല. പക്ഷേ തെക്കൻ ജില്ലക്കാർക്ക് മോരുകറി ഒരു മെയിൻ ഐറ്റമാണ്. ഇവിടെ അമ്മ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.